ഹലോ ഗൈസ്, വെൽക്കം ടു KBFC ഫാമിലി വീഡിയോ. KBFC ഫാമിലി എന്നൊക്കെ നമ്മൾ പറയുന്നത് സാധാരണഗതിയിൽ നമ്മളിപ്പം ഫാൻ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഫാൻസും എല്ലാം കൂടെ ഒത്തു ചേരുന്നൊരു സംഭവത്തെയൊക്കെയാണ്. പക്ഷേ അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാഫ്സ്, അവരുടെ ഇടയിലും ഒരു ഫാമിലി ഉണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഗുണം ചെയ്യുമല്ലോ. അങ്ങനത്തെ ഫാമിലി അല്ല, അവർ ഓൾറെഡി ഫാമിലി ഫ്രണ്ട്സ് ആ ഒരു സെറ്റപ്പാണ്. അങ്ങനെയാണ് ഈ ഒരു കാര്യം പറയാനായിട്ട് നമ്മൾ പോകുന്നത്. അതായത് ഇപ്പം നമുക്കറിയാമല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ട് ഉള്ളത് ആരാണ് എന്നുള്ളത്. നമുക്കറിയാം, ട്രോഫിയോട് ഇത്രയധികം താല്പര്യവും ഒബ്സഷനുള്ള സാക്ഷാൽ അഭിക് ചാറ്റർജിയാണ്. അപ്പം ആരൊക്കെയാണ് മറ്റ് പൊസിഷൻസിൽ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് പേരുകൾ പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നുള്ളത്. അതായത് ഹെഡ് ഓഫ് കണ്ടന്റ് എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നത് അയാൻ ചാറ്റർജിയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ഒരു ദൗത്യത്തിനായിട്ട് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് എന്ന നിലയിലേക്ക് വരുന്നത് ഹിൽഡ ഗുരുങ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. പുള്ളിക്കാരി ഈ അഭിക് ചാറ്റർജിയുടെ ഫിയാൻസി അല്ലെ പാർട്ട്ണറാണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചില മീഡിയ പ്രസൻസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു പയ്യനുണ്ടല്ലോ, ഒരു എലൈറ്റ് ബോയ്. അതും ഇവരുടെ ഒരു ഫ്രണ്ട് ഗ്യാങ്ങിലുള്ള, എനിക്കൊന്ന് ബ്രദറിൻ്റെ മറ്റോ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ചില നെയിംസാണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് എന്നുള്ളതാണ്. സോ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ചേഞ്ചസ് വന്നു എന്നുള്ളതാണ് ഈ പുള്ളി വന്നതിന് ശേഷം. നേരത്തെ പറഞ്ഞ മീഡിയയിലെ പല ഇതിലും വർക്ക് ചെയ്തിരുന്ന ആളുകൾ പല ഇടത്തോട്ട് പല ക്ലബ്ബുകളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പകരമാണ് പറഞ്ഞ പരിചയത്തിൽ നിന്നുള്ള തന്നെ ആളുകളെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഇതിന് നെപ്പോട്ടിസം എന്നൊക്കെ പറയാൻ പറ്റുമോ? പുള്ളി വന്ന സമയത്ത് ഞാനൊരു സംഭവം കേട്ടിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ അത് സത്യമാണോ എന്നുള്ളത്. സോ പുള്ളിക്ക് വലിയ വാല്യൂ ഒന്നും ഇതിനകത്തില്ല. സോ ആ വാല്യൂ ഉണ്ടാക്കിയെടുക്കാനാണോ ഇനിയിപ്പം അറിയാവുന്നവരെ തന്നെ കൊണ്ടുവന്നത്? അപ്പം കുറച്ച് വാല്യൂ കിട്ടുമല്ലോ. പിന്നെ ഇപ്പം കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയും സെപ്പറേറ്റ് ഗ്രൂപ്പൊന്നും ഇല്ല, എല്ലാം ഒറ്റ ഫാമിലി ഗ്രൂപ്പിൽ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നല്ല കാര്യമല്ലേ? സോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അഡീഷണൽ തുടങ്ങേണ്ട ഒരു ആവശ്യകത ഇല്ലല്ലോ. എന്താണെങ്കിലും ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കണ്ടറിയണം ഗെയ്സ്. സ്പോർട്ടിംഗ് കാര്യത്തിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ചേഞ്ചസ് വരേണ്ടത്. സോ അങ്ങനെ അല്ലാത്തടത്ത് നിന്ന് ബാക്ക് റൂം സ്റ്റാഫ് ആ ലെവലിലേക്കൊക്കെ ചേഞ്ചസ്, അതും ഇങ്ങനെ പരിചയക്കാരെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു എനിക്കറിഞ്ഞൂടാ എന്താണ് അത്, ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. അവരൊക്കെ എഫിഷ്യൻ്റ് ആണോ എന്നുള്ള അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രൂവ് ചെയ്തവരാണോ എന്നൊക്കെയുള്ള അറിഞ്ഞാൽ മതി. ഇപ്പം ഹെഡ് ഓഫ് കണ്ടൻസ് എന്ന നിലയിൽ കൊണ്ടുവന്നിരുന്ന ബ്രദർ എനിക്കൊന്ന് പഞ്ചാബ് എഫ്സിയിലോ മറ്റോ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിയാൻസെ എന്നൊക്കെ പറയുന്ന ആളാണെങ്കിൽ SLK ഓപ്പറേഷനിൽ ഇതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റ് ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അതും അഭിക്ക് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ് എന്നുള്ളൊരു സംഭവം ഫാക്ടർ അവിടെ ഉണ്ട്. ഇപ്പോൾ SLK ആണെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ അവിടെ നിന്നാണ് കുറച്ച് ആളുകൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള സംഭവം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പറയാം, എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്. ഇപ്പം അഭിക്കിൻ്റെ കാര്യത്തിൽ തന്നെ ആ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. ഇപ്പം ഒഡീഷ കപ്പടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അവിടെ പുള്ളി വർക്ക് ചെയ്തത് ടീം മാനേജർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവലിലൊക്കെയാണ്. അപ്പം അവിടെ ആ റോൾ എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി ഇത് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം ആളുകൾ ഇത് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഇപ്പം പല കാര്യങ്ങളും ഒപ്രസ് ചെയ്യാനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫാൻസിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഏതെല്ലാം തരത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് ഒപ്രസ് ചെയ്യുന്ന കാഴ്ച ഇപ്പം ലാസ്റ്റ് മാച്ച് നമ്മൾ തന്നെ സ്റ്റേഡിയത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാനത് വ്ളോഗിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതായത് ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അവിടെ ബൗൺസേഴ്സ് വന്ന് അത് നടത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ നിൽക്കുകയാണ്. അതിന് അവരുടെ ബൗൺസേഴ്സിൻ്റെ ഇഷ്ടമല്ലല്ലോ, അല്ലെങ്കിൽ ISLൻ്റെ ഒരു സംഭവമൊന്നും അല്ലത്. കാരണം അവരത് ഇപ്പം ISLൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ അവരത് മീഡിയയ്ക്ക് മുമ്പിൽ കാണിക്കില്ല, അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ ഒന്നും കാണിക്കില്ല. പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ്സ് എന്താണെങ്കിലും ഫാൻസിനുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട് എന്നൊക്കെ ഫാൻ ഫോറത്തിൽ പറഞ്ഞിരുന്ന ഒരു വ്യക്തി അതിന് എതിരെ വേറൊരു തരത്തിൽ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ എന്താണല്ലേ പറയേണ്ടത്. പിന്നെ ഇവരെ മാത്രമല്ല, ഫാൻസിനെ മാത്രമല്ല ഒപ്രസ് ചെയ്യുന്നത്. ഇപ്പം മീഡിയ ലെവലിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം മീഡിയ പല പേഴ്സൺസിനെയൊക്കെ KBFCക്കെതിരെ എങ്ങനെ എന്തെങ്കിലും അലിഗേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്റ്റോപ്പ് ചെയ്യാൻ വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അലിഗേഷൻ നിർത്താനല്ല, അലിഗേഷനെതിരെ സംസാരിക്കുന്നത് നിർത്താൻ. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ചാനലിൽ വീഡിയോ ചെയ്യാം. കാരണം വിളിച്ചു പറയണം, എന്നെ തന്നെ വിളിച്ചു പറയണം. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളില്ല. അതല്ല, ഇനി വേറെ ഏത് രൂപത്തിലാണ് നമുക്കിനിയിപ്പം ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊരു പണി കിട്ടാനൊക്കെ പോകുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. സോ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യകതയില്ല. അപ്പം ചിലർക്ക് ഇങ്ങനെ ചിന്തിക്കാം, വീണ്ടും എന്തിനാണ് ഒരു നെഗറ്റീവ് എന്നുള്ളത്. അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ പറയുന്നത് നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ക്ലബിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു ആവശ്യം. സനിയ.